എ.കെ. ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം ഒഴിയുമോ എന്നതിൽ ആകാംക്ഷ ഉയരുന്നു. എൻ.സി.പിയിലെ മുൻ ധാരണ പ്രകാരം 2.5 വർഷം പിന്നിടുമ്പോൾ തോമസ് കെ തോമസ് മന്ത്രിയാകേണ്ടതാണ്. എന്നാൽ മന്ത്രിപദം ഒഴിയുന്നതിൽ ശശീന്ദ്രന് താൽപര്യമില്ല എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. മന്ത്രിസ്ഥാനം നഷ്ടമായാൽ പാർട്ടി അധ്യക്ഷ സ്ഥാനം ശശീന്ദ്രൻ ലക്ഷ്യം വെക്കുന്നു. നീക്കം വിജയിച്ചാൽ പി.സി. ചാക്കോ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തെറിക്കും. വി വിനോദ് തുടരുന്നുണ്ട്. വിനോദ്, ഈ മുൻ ധാരണ പ്രകാരമുള്ള മന്ത്രിസ്ഥാനത്തിലെ മാറ്റം അതിൽ നിലപാട് ശക്തമാക്കുകയാണ്, ആവർത്തിക്കുകയാണ് എൻ.സി.പി നേതൃത്വം. പക്ഷേ പ്രതിരോധം വർദ്ധിപ്പിക്കുകയാണ് ശശീന്ദ്രനും. അതേസമയം തന്റെ കസേര ഉറപ്പിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ ആ കസേരയിൽ തന്നെ തുടരാൻ വേണ്ടി. പക്ഷേ എത്ര നാൾ ശശീന്ദ്രൻ അതിൽ കടിച്ചു തൂങ്ങാൻ കഴിയുമെന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുകയാണ്. വിട്ടു നൽകാൻ ശശീന്ദ്രൻ തയ്യാറായില്ലെങ്കിൽ പാർട്ടിയുടെ നീക്കം ഏത് തരത്തിലാകും? അല്ലെങ്കിൽ ശശീന്ദ്രന്റെ ആവശ്യം അധ്യക്ഷ സ്ഥാനം വേണം എന്നുള്ളത് അംഗീകരിക്കാൻ എൻ.സി.പി തയ്യാറാകുമോ? പി.സി. ചാക്കോയുടെ നിലപാടാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾക്ക് പ്രധാനമായും എൻ.സി.പിയിൽ ഒരു തർക്കങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഈ മന്ത്രിസ്ഥാനം പങ്കുവയ്ക്കണം എന്നൊരു നിലപാട്. പി.സി. ചാക്കോയാണ് അക്കാര്യത്തിൽ ഒരു കടുത്ത തീരുമാനവുമായി മുന്നോട്ട് പോകുന്നത്. പി.സി. ചാക്കോ നേരത്തെ തന്നെ തോമസ് കെ തോമസ് അത്തരമൊരു ആവശ്യം ഉന്നയിച്ചെങ്കിലും പലതവണയായി അത് അവഗണിക്കപ്പെടുന്ന നിലയുണ്ടായിരുന്നു. പക്ഷേ പി.സി. ചാക്കോ ഇപ്പോൾ കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കുകയും ദേശീയ നേതൃത്വവുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു. ശരത് പവാറിനും തോമസിനെ മന്ത്രിയാക്കുന്നതിനോട് എതിർപ്പില്ല. ഇപ്പോൾ 8.5 വർഷമാകുന്നു ശശീന്ദ്രന്റെ മന്ത്രിസ്ഥാനം. കാരണം അദ്ദേഹം നേരത്തെ ഒന്നാം പിണറായി മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നു. പിന്നീട് ഇപ്പോഴും അദ്ദേഹം മന്ത്രിയായി തുടരുന്ന സാഹചര്യമുണ്ട്. ഇടയ്ക്ക് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വന്നുവെങ്കിലും ഇപ്പോൾ ഒന്നാം പിണറായി മന്ത്രിസഭയുടെ കാലത്ത് അദ്ദേഹത്തിന് ഇടക്കാലത്ത് രാജിവെച്ച് മാറേണ്ടി വന്നുവെങ്കിലും അദ്ദേഹം തിരികെ വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വീണ്ടും അദ്ദേഹം മന്ത്രിയായി തുടരുന്ന സാഹചര്യം. ഈ ഒരു ഘട്ടത്തിലാണ് മന്ത്രിസ്ഥാനം പങ്കുവയ്ക്കാമെന്നൊരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. എന്നാൽ ശശീന്ദ്രന് മന്ത്രിസ്ഥാനം ഒഴിയുന്നതിനോട് വലിയ താല്പര്യമില്ല. അദ്ദേഹം ഇതിനകം തന്നെ അദ്ദേഹത്തിന്റെ അനുയായികളുമായി ആശയവിനിമയം നടത്തിയിരുന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജൻ ശശീന്ദ്രന് വേണ്ടി തൃശൂർ യോഗം വിളിച്ചു. ഇതിന്റെ പേരിൽ പി.സി. ചാക്കോ രാജനെതിരെ നടപടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം 10 ജില്ലാ കമ്മിറ്റികൾ തോമസിനൊപ്പമുണ്ട്. അതായത് ചാക്കോയുടെ തീരുമാനം അംഗീകരിക്കുന്ന നിലയിലേക്ക് പോവുകയാണ്. പുതിയ മന്ത്രി എന്ന നിലയ്ക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. അതേസമയം കോൺഗ്രസിൽ നിന്നെത്തിയ നേതാവായ ചാക്കോ പറയുന്ന മാതിരി കാര്യങ്ങൾ പോകേണ്ടതില്ല എന്നാണ് ശശീന്ദ്രനെ അനുകൂലിക്കുന്ന ആളുകൾ പറയുന്നത്. ശശീന്ദ്രൻ പ്രതീക്ഷ വെക്കുന്നത് മുഖ്യമന്ത്രിയിലാണ്. മുഖ്യമന്ത്രിയുമായി ശശീന്ദ്രന് വ്യക്തിപരമായ അടുപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ മന്ത്രി മാറ്റത്തിന് മുഖ്യമന്ത്രി പച്ചക്കൊടി കാണിച്ചില്ലെങ്കിൽ തൽസ്ഥാനത്ത് തുടരാമെന്ന പ്രതീക്ഷ ശശീന്ദ്രനുണ്ട്. അതിനപ്പുറം ശശീന്ദ്രൻ കണക്കുകൂട്ടുന്നതായി നമുക്ക് ലഭിക്കുന്ന വിവരം, മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വന്നു കഴിഞ്ഞാൽ എൻ.സി.പി സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തുക എന്നതാണ്. അതായത് ചാക്കോയെ മാറ്റിക്കൊണ്ട് ആ സ്ഥാനത്തേക്ക് എത്താനുള്ള ശശീന്ദ്രന്റെ നീക്കം. അങ്ങനെയാണെങ്കിൽ ചാക്കോ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് എന്ന നിലയിലേക്ക് ചുരുങ്ങും. ഈ നിലയ്ക്കാണ് ഇപ്പോൾ എൻ.സി.പിയിലെ കാര്യങ്ങൾ പോകുന്നത്. നേരത്തെ മൂവരും ചേർന്ന് മുഖ്യമന്ത്രിയെ കാണുന്നതിന് തീരുമാനിച്ചിരുന്നെങ്കിലും അവസാന നിമിഷം ശശീന്ദ്രൻ പിൻവാങ്ങിയിരുന്നു. ഈ വരുന്ന 3-ന് ഏതായിരുന്നാലും മുഖ്യമന്ത്രിയെ മൂവരും ചേർന്ന് കാണുമെന്ന് കഴിഞ്ഞ ദിവസം പി.സി. ചാക്കോ പറഞ്ഞിരുന്നു. ചാക്കോയും തോമസും, ഒരുപക്ഷെ ശശീന്ദ്രൻ ഇല്ലെങ്കിൽ കൂടി ചാക്കോയും തോമസും ചേർന്ന് മുഖ്യമന്ത്രിയെ കണ്ട് മന്ത്രിസ്ഥാനത്തിൽ മാറ്റം ഈ കാര്യം ആവശ്യപ്പെടും. ആര്യ, ശരി. വി വിനോദാണ് വിശദമായ വിവരങ്ങൾ നൽകുന്നത്.